ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ജൂലൈ മാസം 3-ാം തീയതിയാണ്. ഈ നല്ല ദിവസം ഞങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനവും ശുഭദിനാശംസകളും നേരുന്നു. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി നാം തിരഞ്ഞെടുത്തിരിക്കുന്നത് ആവർത്തന പുസ്തകം 27-ാം അധ്യായമാണ്. ഈ അധ്യായത്തിൽ ദൈവത്തിന് ആലയം പണിയുന്നത് സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങളാണ് ദൈവം നൽകിയിട്ടുള്ളത്. ദൈവജനത്തിന് ഒരുമിച്ച് കൂടി, ഇസ്രായേലിൽ ഒരുമിച്ച് കൂടി ആരാധിക്കുവാനായിട്ട് ഒരു ആലയം പണിയുമ്പോൾ നിങ്ങൾ പാലിക്കേണ്ടതായിരിക്കുന്ന നിയമങ്ങൾ എന്തൊക്കെയാണെന്നാണ്. അതിലൊരു നിയമത്തെക്കുറിച്ച് ഞാൻ ഇന്ന് രാവിലെ നമ്മുടെ ധ്യാനത്തിന് വേണ്ടി പറയട്ടെ. അതെന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ വെട്ടുകല്ലുകൾ വെട്ടിയെടുത്ത് നിങ്ങൾ അത് പണിയുമ്പോൾ ഈ പണിയുന്ന സൈറ്റിൽ കൊണ്ടുവന്ന് ചെത്തി ഒരുക്കരുതെന്ന് പറഞ്ഞു. ചെത്തി ഒരുക്കിയ കല്ലുകൾ മാത്രമേ ദൈവാലയത്തിലേക്ക് കൊണ്ടുവന്ന് പണിയാനായിട്ട് ഉപയോഗിക്കാവൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പറഞ്ഞത്. വെട്ടുകല്ലുകൾ ധാരാളമുള്ള ഒരു നാടാണ് കേരളം, നമുക്കറിയാമല്ലോ. നമ്മുടെ പഴയ കാലത്ത് വീടുകളൊക്കെ പണിത് വെട്ടുകല്ലുകളുണ്ട്. ഇന്ന് മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലൊക്കെ ചെന്ന് അവിടെയെല്ലാം വലിയ വലിയ കെട്ടിടങ്ങൾ പണിയുന്നതൊക്കെ വെട്ടുകല്ലുകൾ കൊണ്ടാണ്. ഇരുമ്പിൻ്റെ അംശം ധാരാളമുള്ളതായിരിക്കുന്ന കല്ലുകൾ കുറച്ച് കാറ്റടിച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഓക്സിഡൈസേഷൻ നടന്നിട്ട് വളരെ കട്ടിയുള്ള ബലമുള്ള ഇഷ്ടികളായിട്ട് മാറും. അതാണ് അവർ ഉപയോഗിച്ചിരുന്നത്. ഈ കല്ലുകളെ സംബന്ധിച്ച് അത് ചെത്തിയെങ്കിലേ അത് ഭംഗിയുള്ളൂ. വെട്ടുകല്ല് കുഴിയിൽ നിന്ന് എടുത്തുകൊണ്ട് വരുമ്പോൾ അതിനൊരു ഭംഗിയുമില്ല. അതിൻ്റെ നീളം വീതിയൊക്കെ ക്രമീകരിച്ച്, ഖനമൊക്കെ ക്രമീകരിച്ച് അത് ചെത്തി ഭംഗിയാക്കി വൃത്തിയാക്കി എന്നിട്ടാണ് അത് പണിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ അത് പണിതാൽ അതിനൊരു നിരപ്പും ഭംഗിയൊന്നും കാണുകയില്ല. കല്ലുകൾക്ക് വാസ്തവത്തിൽ അതിൽ തന്നെ വലിയ ഭംഗിയില്ല, അതിന് ഭംഗി വരുത്തുകയാണ് ചെയ്യുന്നത്. ചെത്താത്ത കല്ലുകൾ കൊണ്ട് പണിയുമ്പോൾ ഇന്ന് കാര്യങ്ങൾ കാഴ്ചയ്ക്ക് അരോചകമായിരിക്കും, കാഴ്ചയ്ക്ക് ഭംഗി കാണുകയില്ല. ദൈവം ഒരു കാര്യം പക്ഷേ പറഞ്ഞു. എന്താ പറഞ്ഞത്? ദൈവത്തിന് പണിയുന്ന യാഗശാലകൾ ചെത്താത്ത കല്ലുകൾ കൊണ്ടായിരിക്കണം പണിയുന്നത്. അങ്ങനെ പറഞ്ഞു. ദൈവത്തിന് യാഗം കഴിക്കാനായിട്ട് നിങ്ങൾ യാഗശാലകൾ പണിയുമ്പോൾ ചെത്തിയ കല്ലുകൊണ്ട് പണിയരുതെന്ന് പറഞ്ഞു. ചെത്താത്ത കല്ലുകൾ കൊണ്ട് വേണം പണിയാനെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് അതങ്ങനെ പറഞ്ഞത് എന്നുള്ളത് ഓരോരുത്തരും അവരവരുടേതായിരിക്കുന്ന ഊഹങ്ങൾ വരും. എന്നാൽ കർത്താവ് പറഞ്ഞത്, മനുഷ്യൻ്റെ ആയുധങ്ങൾ ഉപയോഗിച്ച് ഭംഗി വരുത്തിയതായിരിക്കുന്ന കല്ലുകൾ എനിക്ക് ആവശ്യമില്ല. എൻ്റെ യാഗശാല അങ്ങനെ മനുഷ്യൻ്റെ പണി കൊണ്ട് ഭംഗി വരുത്തത് ആകരുത്. അതൊരു ബലം വേണം. ബലം എപ്പോഴും നമുക്കറിയാം. ബലമെന്ന് പറയുന്നത് ചെത്താത്ത കല്ലുകൾ കൊണ്ട് പണിയുന്നതാണ്. കാരണം അതിൻ്റെ പരിവരുത്തതായിരിക്കുന്ന പ്രതലങ്ങളിൽ ഉപയോഗിക്കുന്ന സിമെൻറ്റ് ഇന്നത്തെ കാലത്ത്, പിന്നെ അതിനു മുമ്പ് കുമ്മായം, അതിനൊക്കെ മുമ്പ് പശമണ്ണെന്നാണ് പറയുന്നത്. പശമണ്ണ പ്രതലങ്ങളിലേക്ക് നന്നായിട്ട് ഒട്ടിപ്പിടിക്കും. മിനുസമുള്ള പ്രതലങ്ങളിൽ പറ്റിപ്പിടിക്കുന്നതിനേക്കാൾ പരിവരുത്ത പ്രതലങ്ങളിൽ പറ്റിപ്പിടിക്കുകയാണ് നല്ലത്. അതുകൊണ്ട് അതിന് ബലം കൂടും. അതുകൊണ്ടായിരിക്കുമെന്ന് അറിയില്ല. ഏതായാലും മാനുഷികമായിരിക്കുന്ന സൗന്ദര്യം ദൈവത്തിൻ്റെ ആലയത്തിനും ദൈവത്തിൻ്റെ യാഗപീഠത്തിനും വേണ്ട എന്നാണ് ദൈവം ഉദ്ദേശിച്ചത്. എന്നിട്ട് പറഞ്ഞു, അതിന്മേൽ ഇരുമ്പ് തൊടുവിക്കരുത് എന്നാണ് കൽപ്പന. അതിന്മേൽ ഇരുമ്പ് തൊടുവിക്കരുത്. മനുഷ്യൻ്റെ ആയുധമാണ് ഇരുമ്പെന്ന് പറയുന്നത്, അത് തൊടുവിക്കരുത്. ഇരുമ്പിനോട് ദൈവത്തിന് എന്തെങ്കിലും പ്രത്യേക അനിഷ്ടമുള്ളത് കൊണ്ടാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയാകാൻ യാതൊരു കാരണവുമില്ല. ഒരു പക്ഷേ ഇരുമ്പ് തുരുമ്പുള്ളതാകാം. ആ നിലയിൽ തുരുമ്പിൻ്റെ ദോഷം യാഗശാലയ്ക്ക് നന്നല്ല എന്നതാകാം, അറിയില്ല. ഏതായാലും ചെത്തിയ കല്ലുകൾ കൊണ്ട് പണിയുന്നവയേക്കാൾ ചെത്താത്ത കല്ലുകൾ കൊണ്ട് പണിയുന്നവയ്ക്കാണ് ബലം എന്നുള്ളത് വളരെ ശരിയാണ്. ഇന്നത്തെ പോലെ സിമെൻറ്റ് ലഭ്യമല്ലാതിരുന്ന കാലത്ത് പലപ്പോഴും പശമണ്ണ് കുഴച്ചാണ് കല്ലുകൾ കെട്ടിയിരുന്നത്. കല്ലുകളുടെ പരിപരുത്ത പ്രതലത്തിൽ പശമണ്ണ് നന്നായി പറ്റിപ്പിടിച്ചിരിക്കും. ഏതായാലും ഒന്നുകിൽ ഭംഗി സംബന്ധിച്ച് അല്ലെങ്കിൽ ബലം സംബന്ധിച്ച് ഉള്ള നിർദ്ദേശങ്ങളായിരിക്കാം ദൈവം ആ കൽപ്പനയ്ക്ക് പിന്നിലുള്ളത്. രണ്ടായാലും ദൈവത്തിൻ്റെ പണിക്ക് ബലം വേണം, ഉറപ്പ് വേണം എന്നുള്ള കാര്യത്തിൽ ദൈവം വളരെ നിർബന്ധമാണ്. മനുഷ്യന് ഈ ദൈവത്തിൻ്റെ പണിക്ക് ഭംഗി വേണമെന്നുള്ളതാണ്. എല്ലാം ഭംഗി, അതാണ് അതുകൊണ്ട് എന്താ സംഭവിക്കുന്നറിയാമോ? മനുഷ്യൻ പണിയുന്ന പണികൾ വളരെ വേഗം പോകും. ഭംഗിയുള്ളതാണെങ്കിൽ നിലനിൽക്കില്ല. ദൈവം പണിയുന്ന പണികൾ അതിന് ഭംഗി കുറവാണെങ്കിലും അതിന് വളരെ ബലവും ഈടുമുണ്ട്. ദൈവം നമ്മോട് പറയുന്നത് ഭംഗി വേണം, പക്ഷേ ഭംഗിയേക്കാൾ പ്രാധാന്യം കൊടുക്കേണ്ടത് ബലത്തിനാണ്. അപ്പോൾ ബലം സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങളായിരിക്കാം ദൈവം നൽകിയത് എന്ന് വിചാരിക്കുന്നത് തെറ്റില്ല. ദൈവത്തിൻ്റെ കൽപ്പനയ്ക്ക് പിന്നിലുള്ളത് അതായിരിക്കാം. ഇരുമ്പിൻ്റെ ദോഷം സംബന്ധിച്ചുള്ളതാകാം. ഏതായാലും ദൈവിക ക്രമീകരണങ്ങൾ ഉന്നതമായ നിലവാരം പുലർത്തുന്നവയാണ് എന്നതിന് സംശയമില്ല. അപ്പോൾ ദൈവം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, നിങ്ങൾ എനിക്ക് യാഗം കഴിക്കാനായിട്ട് വരുമ്പോൾ നിങ്ങൾ കാട്ടുകല്ലുകൾ പറക്കി വെച്ച് യാഗപീഠം ഉണ്ടാക്കിയാൽ മതി. വെട്ടുകല്ലുകൾ നിങ്ങളുടെ യാഗപീഠം ഉണ്ടാക്കാം, പക്ഷേ അത് ചെത്തി ഒരുക്കിയതായിരിക്കുന്ന യാഗപീഠം എനിക്ക് ആവശ്യമില്ല. മനുഷ്യൻ്റെ ആർട്ടിഫിഷ്യൽ എബിലിറ്റീസ്, കഴിവുകൾ,
ഭംഗി വരുത്താനുള്ള മനുഷ്യൻ്റെ കഴിവുകളൊന്നും ദൈവിക പരിപാടികൾക്ക് ആവശ്യമില്ല. ഞാൻ പറയുന്നു, ദൈവം വിഭാവന ചെയ്യുന്നത് പോലെ നമ്മൾ ദൈവത്തിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നതിലാണ് ദൈവത്തിൻ്റെ സന്തോഷം. നമ്മുടെ മനുഷ്യൻ്റെ ആശയങ്ങൾ പോലെ അതിനെ ഭംഗിപ്പെടുത്തുന്നതിലൊന്നും ആശയമില്ല. ഇന്നത്തെ ക്രിസ്ത്യാനികൾ ആരാധിക്കുന്നതായിരിക്കുന്ന ചില പള്ളികളൊക്കെ കണ്ടാൽ മനുഷ്യൻ്റെ എന്തോരം വലിയ പണികളാണ് അത് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഗോപുരങ്ങളും അതിൻ്റെ സ്റ്റെയിൻഡ് ഗ്ലാസസും ഒക്കെ കണ്ടാൽ വളരെ ഭംഗിയാണ്. മനുഷ്യനത് നോക്കിയിട്ട് ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ പോലും ഇതുപോലെ ഒരു ആലയം പണിയാൻ ഒക്കില്ല എന്ന് പറയുന്നതായിരിക്കുന്ന ആളുകളുണ്ട്. ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ പോലും ഉൽപ്പത്തി പുസ്തകത്തിൽ അങ്ങനെ നമുക്ക് കാണുവാനായിട്ട് കഴിയുമല്ലോ. മനുഷ്യരെ വലിയ ഒരു ആകാശത്തുള്ളെത്തുന്ന ഗോപുരം പണിതു. നമ്മൾക്കൊരു പേരുണ്ടാക്കാമെന്നാണ് അവർ പറയുന്നത്. നമ്മൾക്കൊരു പേരുണ്ടാക്കാം, പക്ഷേ ദൈവം അതിനെ അനുവദിച്ചില്ല. ഇല്ല, നിങ്ങൾക്ക് ആ പേര് വേണ്ടെന്ന് പറഞ്ഞു. സ്വർഗത്തോളം നിങ്ങളുടെ കൈകൊണ്ട് പണി ഉയർത്തി ദൈവത്തെ ആരാധിക്കുന്ന ഒരു സംവിധാനം എനിക്ക് ആവശ്യമില്ല. ഞാൻ പറയുന്ന പ്രമാണം അനുസരിച്ച് നിങ്ങളങ്ങ് ദൈവത്തെ ആരാധിച്ചാൽ ധാരാളം മതി എന്നാണ് ദൈവം പറഞ്ഞത്. അപ്പോൾ ഇവിടെയും ദൈവം അങ്ങനെയാണ് പറയുന്നത്. മാനുഷികമായിരിക്കുന്ന ഭംഗികളൊന്നും അതിന് വരുത്തേണ്ട ആവശ്യമില്ല. എൻ്റെ ആലയത്തിൻ്റെ സ്വാഭാവികമായ ഭംഗി മതി എന്നുള്ളതാണ്. ഭംഗി വരുത്തുന്നതിനോട് ദൈവം വെറുപ്പുള്ളതൊന്നുമല്ല. കാരണം പിൽക്കാലത്ത് ന്യായപ്രമാണം നൽകി, അതുപോലെ പിൽക്കാലത്ത് ദൈവാലയം പണിയുന്നത് സംബന്ധിച്ചുള്ളതായിരിക്കുന്ന വിശദാംശങ്ങളൊക്കെ ദൈവം ദാവീദിന് നൽകി. അതും പ്രകാരം ശലോമോൻ പണിതപ്പോൾ അത് ഏറ്റവും ഭംഗിയുള്ള ഒരാലയം തന്നെയായിരുന്നു എന്നുള്ള സംശയമില്ല. പക്ഷേ അവിടെ ഒരു കാര്യം പറഞ്ഞിരുന്നു, കല്ലുകൾ ദൈവാലയം പണിയുന്നതായിരിക്കുന്ന സ്ഥലത്ത് കൊണ്ടുവന്ന് വെച്ച് ചെത്താൻ പാടില്ലെന്ന് പറഞ്ഞു. കല്ല് വെട്ടിയെടുക്കുന്ന സ്ഥലത്ത് വെച്ച് ഒരുക്കി വേണം വരാൻ. അവിടെ ഒരു പ്രമാണമുണ്ട്. എന്താണ്? കർത്താവിൻ്റെ ആലയത്തിലെ പണിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന കല്ലുകൾ ആലയത്തിൽ വന്ന ശേഷമല്ല ചെത്തി ഒരുക്കേണ്ടത്, ആലയത്തിൽ വരുന്നതിന് മുമ്പ് ചെത്തി ഒരുക്കണം. ചെത്തി ഒരുക്കുക എന്ന് പറയുന്നത് ആത്മാവിൻ്റെ രക്ഷയെക്കുറിച്ചാണെങ്കിൽ പറയുന്നത് എന്താണ്? രക്ഷിക്കപ്പെട്ടവരെ ചേർത്ത് വേണം സഭ പണിയാൻ. അല്ല സഭ പണിതിട്ട് ആളുകൾ രക്ഷിക്കുന്നതായിരിക്കും സംവിധാനമല്ല. ഇന്നിപ്പോൾ അങ്ങനെയാണ് പലയിടത്തും. സഭകളിൽ സുവിശേഷം പ്രസംഗിക്കണം, പള്ളികളിൽ സുവിശേഷം പ്രസംഗിക്കണം. കാരണം എന്താ? പള്ളികളിൽ വരുന്നവരാരും രക്ഷിക്കപ്പെട്ടവരല്ല. ബൈബിൾ വായിക്കുമ്പോൾ അങ്ങനെയല്ല. കർത്താവ് തന്നെ രക്ഷിക്കപ്പെടുന്നവരെ തൻ്റെ സഭയോട് ചേർത്തു എന്നാണ്. രക്ഷിക്കപ്പെടുക എന്ന് പറയുന്ന പള്ളിക്കകത്ത് നടക്കുന്ന ഒരു പ്രക്രിയയല്ല, അത് പള്ളിക്ക് പുറത്ത് നടക്കുന്ന ഒരു പ്രക്രിയയാണ്. പള്ളിക്കകത്ത് നടക്കുന്നത് എന്താണ്? കല്ലിന്മേൽ കല്ല് വെച്ച് പണിയുക. പത്രോസ് അതിനൊക്കെ പറഞ്ഞ് ജീവനുള്ള കല്ലായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകളായി പണിയപ്പെടുന്നു എന്നാണ്. ജീവനുള്ള കല്ലുകൾ വേണം ദൈവാലയത്തിലേക്ക് വരുവാനായിട്ട്, ചത്ത കല്ലുകളല്ല. എൻ്റെ പ്രിയമുള്ളവരെ, അത് ഒക്കെ ദൈവം തന്നിട്ടുള്ളതായിരിക്കുന്ന പ്രമാണങ്ങളൊക്കെ നാം പാലിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് മനുഷ്യൻ്റെ സൗന്ദര്യം വരുത്തിയ കല്ലുകൾ വേണ്ട യാഗപീഠത്തിനെന്ന് പറഞ്ഞു. അതേസമയം തന്നെ പറഞ്ഞു, അതെ, ദൈവത്തിൻ്റെ ആലയം പണിയുന്നതായിരിക്കുന്ന സ്ഥലത്ത് കല്ല് എത്തുന്ന ശബ്ദവും കല്ലിൻ്റെ പൊടിയും ഒന്നും വേണ്ട, അതൊക്കെ വെളിയിൽ വെച്ച് നടത്തി നിങ്ങൾ വന്ന് പണിതാൽ മതി എന്നുള്ളത്. ഈ രണ്ട് വിലയേറിയ സത്യങ്ങളാണ് വരുന്നത്. ദൈവത്തിൻ്റെ പരിപാടിയിൽ മാനുഷികമായിരിക്കുന്ന ഭംഗിയും മാനുഷികമായിരിക്കുന്ന ചിന്തകൾക്കും വലിയ പ്രസക്തിയില്ല. രണ്ടാമത്, ദൈവത്തിൻ്റെ പരിപാടിയിൽ മുന്നമേ ഒരുക്കിയതായിരിക്കുന്ന കല്ലുകളെയാണ് ചേർത്ത് പണിയുന്നത്. രക്ഷിക്കപ്പെട്ടവരെയാണ് കർത്താവ് ചേർത്ത് പണിയുന്നത്, രക്ഷിക്കപ്പെടാനുള്ളവരെയല്ല. ഇവൻ രക്ഷിക്കപ്പെട്ടേക്കും ഇവരെ കൂടി സഭയിൽ അംഗമാക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെയില്ല. ഇന്നത്തെ ആളുകൾ രക്ഷിക്കപ്പെടാത്ത ആളുകളെ ചേർത്താണ്. ചില ആളുകളൊക്കെ അങ്ങനെ അവരെ രക്ഷിക്കപ്പെട്ടോളൂ എന്നാണ് പറയുന്നത്. ചില പറഞ്ഞു നമുക്ക് അവരെയൊക്കെ അങ്ങ് ചേർക്കാവുന്നേ, അവരൊക്കെ പിന്നാലെ രക്ഷിക്കപ്പെട്ടോളൂ. കർത്താവ് പറഞ്ഞ് രക്ഷിക്കപ്പെട്ടോളൂ എന്നുള്ളവരെ വേണ്ട, ചെത്തി ഒരുക്കിയവരെ മാത്രം കൊണ്ടുവന്നാൽ മതി. അല്ലാത്ത കല്ല് വെച്ച് പണിതിട്ട് അതും ശരിയാണ്, നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ചെത്താവുന്നേ. അതിന് നമുക്ക് സമയം കിട്ടുമ്പോൾ ചെത്താൻ കുറേശ്ശെ. ഇന്നിപ്പോൾ അങ്ങനെയാണ്, സമയം കിട്ടുമ്പോൾ കുറേശ്ശെ ചെത്തി ശരിയാക്കാനാണ് പോകുന്നത്. ചെത്തിന്തോറും എന്താ ചെയ്യുന്നത്? അത് ശരിയാവില്ല. കാരണം ദൈവത്തിൻ്റെ പരിപാടി അതല്ല, ദൈവത്തിൻ്റെ പരിപാടിയല്ല അതല്ല. പിന്നെയോ രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ ചേർത്ത് സഭ പണിയണം. അതുപോലെ തന്നെ മനുഷ്യൻ്റെ ആശയങ്ങളും മനുഷ്യൻ്റെ ബുദ്ധികളും മനുഷ്യൻ്റെ ഭംഗി വരുത്തലും അല്ല ആരാധനയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന യാഗപീഠത്തിന്മേൽ വേണ്ടത്. ദൈവത്തിൻ്റെ നിർദ്ദേശമനുസരിച്ച് ചെയ്യണം. നമുക്കിനി ഒന്നും മനസ്സിലാക്കിയില്ലെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി, യാഗപീഠം പണിയുമ്പോൾ ചെത്തിയ കല്ലുകൾ അരുതെന്നാണ് ദൈവം പറഞ്ഞത്. അതുകൊണ്ട് എന്ത് കാരണമായാലും എനിക്കത് മനസ്സിലായാലും ഇല്ലെങ്കിലും ഞാൻ യാഗപീഠം പണിയുമ്പോൾ ചെത്താത്ത കല്ല് ഉപയോഗിച്ചേ പണിയത്തുള്ളൂ. ദൈവം പറയും വെരി ഗുഡ്, അനുസരിക്കുന്നതാണ് യാഗത്തേക്കാൾ നല്ലത്. അതുകൊണ്ട് നമ്മളും ദൈവം പറഞ്ഞതായിരിക്കുന്ന പ്രമാണങ്ങൾ അനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ ചെയ്യാം. അങ്ങനെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കും. നമ്മുടെ മാനുഷികമായിരിക്കുന്ന കൃത്രിമത്വവും മാനുഷികമായിരിക്കുന്ന ഭംഗിവരത്തിലും ദൈവത്തിന് ആവശ്യമില്ല. അതേസമയം തന്നെ സഭയ്ക്ക് ഉള്ളിൽ രക്ഷിക്കപ്പെട്ടവർ മാത്രം മതി, രക്ഷിക്കപ്പെടും എന്ന് നമ്മൾ വിചാരിക്കുന്ന ആളുകളെയും ചേർത്ത് സഭ പണിയേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ദൈവത്തിൻ്റെ പണികൾ ദൈവത്തിൻ്റെ ആലോചന പ്രകാരം ചെയ്യുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.